മഴത്തോരു മുൻവരെ പുത്തൻ പ്രൊമോ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ പ്രൊമോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. കൊല്ലപ്പള്ളിയിൽ നിന്നും മനു മാത്രമേ വരുന്നുള്ളൂ. രാജീവ് വരുന്നതിന് മുമ്പ് മനു മാത്രമായി വന്ന് അവിടെ സംസാരിച്ച് പ്രശ്നം പരിഹരിക്കാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടി വരികയാണ്. പക്ഷെ വൈജയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല മനു മാത്രം വരുന്നത്. കാരണം മനു ആണെങ്കിൽ എപ്പോഴും അലീനയുടെ സൈഡിൽ നിന്നല്ലേ സംസാരിക്കാറുള്ളൂ. മനു വന്നിട്ട് കുട്ടികളോട് സംസാരിക്കുന്നില്ല. അപ്പോൾ ബബിത പറയുകയാണ്, അവൾ എന്തായാലും ഇവിടുന്ന് പോയേ പറ്റൂ, ഞങ്ങൾ അമ്മയുടെ സൈഡാണ്, അവൾ പോയേ പറ്റൂ എന്ന് പറയാണ് മനുവിൻ്റെ അടുത്ത്. എന്നിട്ട് മനു നേരെ മുത്തശ്ശിയെടുത്ത് പോകണം. മുത്തശ്ശിയെടുത്തും ചോദിക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ. അപ്പോൾ മുത്തശ്ശി പറയാണ്, ഞാനും വൈജയുടെ സൈഡാണ്, വൈജ വിചാരിക്കുന്ന പോലെ തന്നെ അവൾ ഇവിടുന്ന് പോകണം, ഒരു വേലക്കാരിക്ക് ഇത്രയ്ക്ക് അവകാശങ്ങൾ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയാണ്. അങ്ങനെ മുത്തശ്ശി അത് പറഞ്ഞു. നേരെ വന്നിട്ട് മനു ആണെങ്കിൽ പിന്നെ അലീനയുടെ അടുത്ത് ചോദിക്കുമ്പോൾ അലീന പറയണം, ഞാൻ ഇവിടുന്ന് പോകത്തില്ല എന്നൊരു തീരുമാനത്തിൽ തന്നെ നിൽക്കുകയാണ് അലീന. അങ്ങനെ നമ്മുടെ മനു ആണെങ്കിൽ ബാലേന്ദ്രനോട് സംസാരിക്കാൻ പോവുകയാണ്. കുറച്ച് ദിവസത്തേക്കെങ്കിലും അലീനെ ഇവിടുന്ന് മാറ്റി നിർത്താമെന്ന് മനു പറയുമ്പോൾ പറ്റത്തില്ല എന്ന് തന്നെ ബാലേന്ദ്രൻ പറയുന്നുണ്ട്. ഞാൻ ഈ വീട്ടിൽ എങ്ങനെയാണ് കഴിഞ്ഞു കൂടുന്നതെന്ന് എനിക്കറിയാമോ, ജീവിക്കണോ മരിക്കണോ എന്നുള്ള രീതിയിലാണ് ഈ മുറിയിൽ കഴിച്ചു കൂടുന്നതെന്ന് ബാലേന്ദ്രൻ പറയാണ്. അങ്ങനെ ബാലേന്ദ്രൻ മനസ്സിൽ എന്തൊക്കെയോ കിടപ്പുണ്ടെന്ന് മനുവിന് മനസ്സിലാവുകയാണ്. അങ്ങനെ മനു താഴെ വന്ന് വൈജയെടുത്ത് പറയാണ്, ആൻറ്റി അങ്കിളിനോട് കളിക്കുന്നത് സൂക്ഷിച്ച് വേണം എന്ന് പറയുകയാണ്. അപ്പം വൈജ പറയണം, നീ അല്ലെങ്കിലും അവളുടെ സൈഡിൽ നിന്നല്ലേ സംസാരിക്കത്തുള്ളൂ, നിനക്ക് അത്രയ്ക്ക് വിഷമമാണെങ്കിൽ നീ അവളെ അങ്ങ് കെട്ടി ഇവിടെ താമസിപ്പിച്ചോളാൻ പറയുകയാണ്. അപ്പം മനു പറയാണ്, ഞാനങ്ങനെ അവളെ കെട്ടുവാണെങ്കിൽ എനിക്കൊരു വീടുണ്ട്, അത് കൊല്ലപ്പള്ളിയിലേക്ക് ഞാൻ അവളെ കൊണ്ടുപോവുകയും ചെയ്യുമെന്ന് പറയുകയാണ്. ഇതൊക്കെയാണ് ഇന്നത്തെ പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണേ.